ഗന്ധമാദന മഹാഗിരി മുകളിൽ ഗന്ധമാദന മഹാഗിരി മുകളിൽ ഗന്ധവാഹന സുതൻ വരുമോ ഗന്ധമാദന മഹാഗിരി മുകളിൽ ഗന്ധവാഹന സുതൻ വരുമോ അന്ദ്രവാരണ ഒരു മികച്ച കലാകാരൻ എന്നതുപോലെ മികച്ച അധ്യാപകനുമാണ്. ഇത് രണ്ടും കൂടി ഒരേ സമയത്താവുന്നത് വളരെ അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യവുമാണ്. എങ്ങനെ സ്വന്തം അധ്യാപന ജീവിതത്തെ കാണുന്നു? പലപ്പോഴും നല്ലൊരു കലാകാരൻ, നല്ലൊരു സ്റ്റേജ് പെർഫോമർക്ക് നല്ലൊരു അധ്യാപനാവാൻ സാധിക്കാതെ വരുന്നത് എന്താ വെച്ചാൽ, തുള്ളൽ പറഞ്ഞ പ്രത്യേകിച്ച് മനോധർമ്മമാണ്. നമ്മൾ വേദിയിൽ കയറുമ്പോൾ നമ്മൾ അപ്പോഴത്തെ കാലോചിതമായ മാറ്റങ്ങൾ വേദി അനുസരിച്ച് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കും. ഇന്നൊരു കല്യാണ സൗന്ദര്യം അവതരിപ്പിച്ച ഇതേ മൂടാവില്ല നാളെ. അതേ സൗന്ദര്യം തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്തും. അപ്പം വരണം മനോധർമ്മമാണ്. ഈശ്വരൻ തന്നെ ഒരു ഗിഫ്റ്റാണത്. അപ്പോൾ ഇത് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് പറ്റില്ല. ഇന്നലെ പറഞ്ഞ ഒത്ത എന്താണെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് അത് സാധിക്കുന്നതും ഈ പറഞ്ഞ എന്തോ ഒരു അദൃശ്യ ശക്തി, അല്ലെങ്കിൽ അന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ കുട്ടികൾ ചോദിക്കും, ആശ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നല്ലോ സ്റ്റേജിൽ കളിക്കുന്നത്, പക്ഷേ ഇന്നലത്തെ കല്യാണ സമിതി അല്ലല്ലോ ആശ ഇന്ന് കാണിച്ചത്, അപ്പോൾ എന്താ ഞങ്ങളെ എങ്ങനെ പഠിപ്പിക്കാത്തത്? ഞാൻ പറഞ്ഞു അതാ എനിക്ക് അപ്പോൾ ഈശ്വരൻ തരുന്നതാണ്. കലാമണ്ഡലത്തിൽ പഠിക്കാൻ വരുന്നത് മുഴുസമയം കല ജീവിതമായി തിരഞ്ഞെടുത്ത കുട്ടികളാണ്. അതെ, അവരെ പഠിപ്പിക്കുന്നത് പോലെയല്ല ഒരു പക്ഷേ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വരുന്ന അല്ല അവർ ഒരു ക്യാപ്സ്യൂളായിട്ട് പഠിച്ചു പോകാൻ വരുന്നവരാണ്. പക്ഷേ പരമ്പരാഗത അധ്യാപകർക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള വേദികളോട് ബഹുമാനവും കാണില്ല. ആശാനാവട്ടെ ഇത് രണ്ടിലും ഒരുപോലെ വിജയിച്ച ഒരാളാണ്. ആ പഠനത്തെ, ക്യാപ്സ്യൂൾ പഠനത്തെ എങ്ങനെ കാണുന്നു? അതെ, അങ്ങനെയെങ്കിലും ഇത് പ്രചരിപ്പിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. എനിക്ക് എന്നോട് യോജിപ്പുണ്ടായിട്ടില്ല. എങ്ങനെയാണ് യുവജനോത്സവത്തിനൊക്കെ ഒരു 1.5 മണിക്കൂർ പരിപാടി അവതരിപ്പിക്കാൻ അവസരം തരാൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് കിട്ടിയൊരു ഗുണം, ഞാൻ പറഞ്ഞില്ലേ 14ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായി അധ്യാപനമായിട്ട് മലപ്പുറത്ത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് അധ്യാപനമായിട്ട് കുട്ടി ഗീതാനന്ദൻ എന്നെല്ലാവരും പറഞ്ഞറിയപ്പെടുക. അന്ന് ഞാനൊരു നിക്കര കെട്ടിനാണ് പാടാൻ പോകുന്നത്. ഒരു വർഷമായിട്ട് ഞാൻ ഒന്ന് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് യുവജനോത്സവത്തിന്. കുട്ടികൾക്ക് അടുത്ത ദീപശിവ കൈമാറാൻ, അടുത്ത കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കാൻ വേണ്ടി ഞാൻ മാറി നിൽക്കുന്നു മാത്രം. ഏകദേശം 600ഓളം കുട്ടികളെ തുള്ളൽ പഠിപ്പിച്ചു, കാസർഗോഡ് മുതൽ പാറശാല വരെ. അതുകൊണ്ടുണ്ടായൊരു മെച്ചം ഈ കലാമണ്ഡലം ശൈലി കേരളം മുഴുവൻ പകർത്താൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് പണ്ട് കാലത്ത് എൻ്റെ 15 വയസ്സ് വരുമ്പോൾ 1973-74 കാലഘട്ടത്തിലൊക്കെ പ്രാകൃതമായ വേഷമായിരുന്നു തുള്ളലിന്. പലപ്പോഴും പാളക്കിരീടം വെച്ച് പ്രാകൃതമായ വേഷത്തോട് കൂടിയിട്ട് കുഞ്ചൻ്റെ കവിത മാത്രം ശുദ്ധമായ കവിതയും ബാക്കി വേഷമൊക്കെ വെറും പ്രാകൃതമായ വേഷത്തെ കോമാളി വേഷം കാണിച്ചിരുന്ന ആ വേദിയെ കംപ്ലീറ്റ് തൂത്തെറിയാൻ, ആ പ്രാകൃത വേഷങ്ങളെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ എൻ്റെ 35-40 വർഷത്തെ യുവജനോത്സവത്തിൻ്റെ പ്രയത്നം കൊണ്ട് സാധിച്ചു എന്നുള്ള ചെറിയ നേട്ടമല്ല. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഇത്രയും വർഷത്തെ യുവജനോത്സവ രംഗത്തെ എൻ്റെ പ്രയത്നം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 100% ഞാൻ സംതൃപ്തനല്ല, ഞാൻ ദുഃഖിതനാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഇത്രയും പേരല്ലേ എനിക്കിതിൽ പിടിച്ചു നിർത്താൻ സാധിച്ചുള്ളൂ. മറ്റവരെല്ലാം കൊഴിഞ്ഞു പോകാൻ കാരണം നമ്മുടെ തെറ്റായ സാംസ്കാരിക നയം. അവർ ഇതിനല്ല ഉപയോഗിക്കേണ്ടിയിരുന്നത്. അവർ ഒരു കലാതിലം കിട്ടിയ കുട്ടിയോട് ആദ്യം ചോദിക്കുന്നത്, മോൾ ഈ കലയിൽ ഉറച്ചു നിൽക്കാനാണോ തിലകായത്? അതെ. ഞാൻ ആരുടെ കീഴിൽ പഠിക്കണം? എനിക്ക് വെമ്പട്ടി ചിന്നസത്യൻ സാറിൻ്റെ അടുത്ത് കുച്ചിപ്പുടി പഠിക്കണം, ലക്ഷ്മണ മാഷ അടുത്ത് എനിക്ക് ഭരതനാട്യം പഠിക്കണം, വേണോ? സാമ്പത്തികം ഇല്ലാത്ത കുട്ടിയാണോ? സർക്കാർ ഫുൾ ചെലവ് കൊടുത്ത് അവരെ ഉപരിപഠനത്തിന് വിടുക. ഇപ്പോൾ തിലകം പ്രതിഭ എടുത്തു കളഞ്ഞു. ഇപ്പോൾ യുവജനോത്സവത്തിന് മൊത്തത്തിൽ പകിട്ട് കുറഞ്ഞു. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാത്ത തൃശ്ശൂർ പൂരം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്ത് അപകടം നടന്നാലും എന്തെന്നെ വന്നാലും വെടിക്കെട്ടില്ലാത്ത തൃശ്ശൂർ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതുപോലെ തിലകം പ്രതിഭയില്ലാത്ത ഒരു മേള നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ആശാൻ ആവശ്യപ്പെടുകയാണോ തിലകവും പ്രതിഭയും തിരിച്ചു കൊണ്ടുവരണം? എന്നോ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇന്നും ആവശ്യപ്പെടുന്നു. അന്ന് നമുക്ക് പറ്റിയത് അവരെ ഉപയോഗിച്ച രീതിയാണ് നമുക്ക് പറ്റിയത് അബദ്ധം. അവിടെയാണ് ഈ അമിതമായ പണത്തിൻ്റെ ഒഴുക്ക് വന്നത്. ഈ തിലകം പ്രതിഭയും ഡോക്ടർ എഞ്ചിനീയറുള്ള ഉത്സാഹമാണ്, അല്ലെ കലയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അതിലെടുത്ത് കളഞ്ഞോടുകൂടിയിട്ട് അതിലത്തെ അനീതികൾക്ക് പണക്കൊഴുപ്പ് ഒഴിവാക്കി തിരിച്ചു കൊണ്ടുവരികയും ഇവരെ ഉപരിപഠനത്തിന് വേണ്ടി ആ തിലകം പ്രതിഭയെ സർക്കാർ അവർക്ക് ഏറ്റെടുത്ത് അവർ ഈ കലാരംഗത്തെ കലാരംഗത്തെ ഏത് മേഖലയിലാണോ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്, കഥകളിയാണോ, മോഹിനിയാട്ടമാണോ, ഭരതനാട്യമാണോ, കുച്ചിപ്പുടിയാണോ, തുള്ളലാണോ, ഏതിനാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യം, അതിലേക്ക് അവരെ ഉപരിപഠനത്തിന് എല്ലാ സഹായം സർക്കാർ ചെയ്തു കൊടുക്കും. ആശാൻ പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു തുള്ളലിലെ കലാമണ്ഡലം ശൈലി അത് വേഷത്തിലൂന്നിയാണ് പറഞ്ഞത്. വേഷം
ഭാവവും ചലനം ഓരോ ചുവടുകളിലും ഓരോ നമ്മുടെ മൂമെൻസുകളും കലാമണ്ഡലം ശൈലി വേറിട്ട് നിൽക്കും. അതുപോലെ അത് പദങ്ങളിലുമില്ലേ? പണ്ട് പറഞ്ഞതുപോലെ പാടിയിരുന്നത് വ്യത്യസ്തമായിട്ട് കൂടുതൽ രാഗഛായയുള്ള പ്രയോഗങ്ങളും ഒക്കെ കൊണ്ടുവന്നത് സത്യത്തിൽ കലാമണ്ഡലമല്ലേ? തീർച്ചയായിട്ടും. എന്താണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? പെട്ടെന്ന് പറയാമോ? കുഞ്ചൻ നമ്പ്യാരാശാൻ വെറും ഒരു വിഡ്ഢിയല്ല. അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നൊക്കെ ചാക്യാർ പറയണു. എങ്ങനെ ഉറങ്ങാൻ സാധിക്കും ആദിമാനുഷ്യന്? ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും പത്രമാധ്യമങ്ങൾ ചെയ്യുന്ന ധർമ്മം അദ്ദേഹം ഒറ്റയ്ക്കല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? മുഖത്ത് നോക്കി കാര്യം പറഞ്ഞത് മാത്രമല്ലേ കുഞ്ചൻ ചെയ്തൊരു അപരാധം? അപ്പോൾ കലാമണ്ഡലം ശൈലി തുള്ളലിനെ വെച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ കുഞ്ചൻ നമ്പ്യാരാശാൻ വലിയൊരു സംഗീതജ്ഞനാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ ഓരോ പദങ്ങൾക്ക് ഇന്ന രാഗം, താളം, ഭാവം എഴുതിയിട്ടുണ്ട്. രാഗഛായ വരുത്തിയാൽ മതി തുള്ളക്കാരൻ, രാഗം ആലപിക്കേണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് നാട്ടരാഗത്തിലാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്, മധ്യമാവധി രാഗത്തിലാണ് അവസാനിക്കുന്നത്. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നൊരു ചാരുസ്വരൂപം എന്നാണ് തുടങ്ങുന്നത്. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നൊരു ചാരുസ്വരൂപം. നാട്ടരാഗഛായ വന്നു. മഹാഗണപതി മനസാൽ നാട്ടയാണ്. അവിടെ ഇതാ കുഞ്ചൻ്റെ ഈ കുംഭീന്ദ്രൻ നാട്ടരാഗം. ഉള്ളത്തിൽ തള്ളലെല്ലാം തോടിയുടെ ഛായ വന്നു. മംഗളമീ കഥനം ചെയ്താൽ മംഗളമെന്നും വന്നു ഭവിക്കോ. മധ്യമാവധി വന്നു. ഈ രാഗഛായയാണ് തുള്ളൽക്കാരൻ വരുത്താൻ പാടുള്ളൂ. അതാണ് വരുത്തുന്നത്. പലപ്പോഴും ഇവിടുത്തെ തുള്ളലുകൾ പലതും ഞാൻ കാണുമ്പോൾ അതിൽ രാഗവുമില്ല, ഭാവമില്ല, ഛായ ഇല്ലാതെ കാണാറുണ്ട്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരാശാൻ വലിയൊരു സംഗീതജ്ഞൻ കൂടിയാണ് എന്ന് അടുത്ത തലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പുതിയൊരു കലയ്ക്ക് രൂപം നൽകിയത്. അതായത് തുള്ളൽ പദ കച്ചേരി. സത്യത്തിലാശാന്റെ തുള്ളലുകളെ പോലെ അത്ര വ്യാപകമായിട്ട് തുള്ളൽ പദ കച്ചേരി സ്വീകരിക്കപ്പെട്ടുവോ? എന്താണ് അതിനെക്കുറിച്ച്? ഒരു 20ഓളം വേദികളിൽ. പക്ഷേ തുള്ളൽ പദ കച്ചേരിയും തുള്ളലും ഡിഫറൻ്റാണ്. അത് നമുക്കറിയണമെങ്കിൽ ഒരു ഉത്സവത്തിന് തലേ ദിവസം ഓട്ടം തുള്ളൽ വയ്ക്കുക, പിറ്റേ ദിവസം അതേ സമയം ഓട്ടം തുള്ളൽ പദ കച്ചേരി വയ്ക്കുക. അപ്പോഴാണ് ഇന്നലെ പാടിയ തുള്ളലിൻ്റെ ആ പദത്തിൻ്റെ ഒരു മനോഹാരിതയും ഇന്നത്തെയും വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ചാടുമ്പോൾ നമുക്ക് പലപ്പോഴും ചെയ്യാൻ ഇത്രയും സ്വാധീനത്തിൽ പാടാൻ പറ്റില്ല. ആനന്ദഭൈരവം ആകണ്ട് നിരൂപമ ഗുണ വസദേ ശ്രീനീല കണ്ഠ നിരൂപമ ഗുണ വസദേ ശ്രീനീല കണ്ഠ എന്ന് പറയുന്ന ഈ പദമുണ്ട്. ഇത് തുള്ളുമ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് എനിക്ക് പാടാൻ സാധിക്കില്ല. അപ്പോൾ ഇന്നലെ കിരാതം കണ്ട അതേ പ്രേക്ഷകൻ ഇന്ന് തുള്ളൽ പദ കച്ചേരിയിൽ അതേ പദം കേൾക്കുമ്പോഴാണ് അയ്യോ ഈ പദത്തിന് ഇത്രമാത്രം ആഴത്തിലുള്ള സംഗീതമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് യുവതലമുറയിൽ തുള്ളൽ പറഞ്ഞ വെറുതെ കോമഡിയാണ്, ആർക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റാം എന്നുള്ള ധാരണ തെറ്റാണ്.